സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലേബലിൽ കോഴിക്കോട് സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തി ബോധിക്ക് എന്തിനാണ് സ്വീകരണം നൽകിയത്? അത് ഏറെ കൗതുകരവും ലജ്ജാവഹവുമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തലക്ക് വെളിയില്ലാത്തവനെന്ന് വിശേഷിപ്പിച്ചപ്പോൾ ആ സ്റ്റേജിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട AP ഉസ്താദ് അദ്ദേഹത്തെ വിളിച്ച് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരം പരാമർശം നടത്തുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ തന്നെ തിരുത്താമെന്ന് പറയുകയും അദ്ദേഹം അത് മാന്യമായി തിരുത്തുകയും ചെയ്തു. ഇതിൽ കാന്തപുരത്തിനോടുള്ള പ്രതിഷേധം അറിയിക്കാനും വിശ്വഭദ്രാനന്ദ ശക്തിബോധിയെ അഭിനന്ദിക്കുന്നതിനും വേണ്ടിയാണ് ധൃതി പിടിച്ച് വിഘടിത സമസ്ത കോഴിക്കോട് പൊതുയോഗം നടത്തിയത്. മൂടി എന്നതിന് വേറെയും മലയാളത്തിൽ പദങ്ങളുണ്ട്. അതേ പദം തലപ്പത്തുള്ള ആളെ പ്രസിഡന്റാക്കിയതോടുകൂടെ മറുഭാഗത്തിന്റെ മൂലീശം കൂടുതൽ പ്രകടമാകുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാളപൂട്ടി എന്നാണ് പറയാറുള്ളത്. അമ്പാടി പ്രസിഡന്റായതോടുകൂടെ ആ കാളപൂട്ടി യാഥാർത്ഥ്യമായിരിക്കില്ല. കാളപൂട്ടി എന്നാണ് പറയാറുള്ളത്. അമ്പാടി പ്രസിഡന്റായതോടുകൂടെ ആ കാളപൂട്ടി യാഥാർത്ഥ്യമായിരിക്കില്ല. കാളപൂട്ടി എന്നാണ് പറയാറുള്ളത്. അമ്പാടി പ്രസിഡന്റായതോടുകൂടെ ആ കാളപൂട്ടി യാഥാർത്ഥ്യമായിരിക്കില്ല. തനിക്ക് പറയാനുള്ളതെല്ലാം പറയാനുള്ള പൂർണ്ണ അവസരം നൽകിയിട്ടുണ്ട് എന്ന് സ്വാഗത പ്രാസംഗികൻ അറിയിച്ചതിനാൽ അദ്ദേഹം തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു. അതിൽ ഇന്ത്യ രാജ്യത്തിന്റെ മനുഷ്യർ തമ്മിലുള്ള എല്ലാ മാന്യതയും കളങ്കപ്പെടുത്തുന്ന രൂപത്തിലാണ് സ്വാമി പ്രസംഗിച്ചത്. അദ്ദേഹം ഏതെല്ലാം ആളുകളെ പരാമർശിച്ചോ ആ പരാമർശനം നടത്തിയവരുടെ ആദർശത്തെ ചോദ്യം ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളെ ആക്ഷേപിക്കുന്നതിന് പകരം വ്യക്തിഹത്യ നടത്താനാണ് അദ്ദേഹം ചെലവാക്കിയത്. വെള്ളാപ്പള്ളം നടേശന്റെ വയറിന്റെ വലുപ്പം അദ്ദേഹം കളിയാക്കി. ഒരു പശു മൊത്തം തിന്നാൽ പോലും ആ വയറ് ഒരരുവിലേക്ക് വരെ എത്തുകയില്ല എന്ന അർത്ഥം എന്ന രൂപത്തിൽ പരിഹാസ്യങ്ങൾ നടത്തി. അങ്ങനെ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഏതെല്ലാം പേരുകൾ ഉച്ചരിച്ചോ ആ പേരുകൾ ഉൾക്കൊള്ളുന്ന ആളുകളെ ശരീരഘടനയെ പരാമർശിച്ചുകൊണ്ട് സംസാരത്തിനുണ്ടാകുന്ന ചില വിഷയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് വ്യക്തിഹത്യ നടത്തുകയുണ്ടായി. അല്ലെങ്കിലും വിഘടിത സമസ്തക്കാര് മനുഷ്യരെ വ്യക്തിഹത്യ നടത്താനും പച്ച പൊള്ളു പ്രചരിപ്പിക്കാനും വേണ്ടി മാത്രമാണല്ലോ നിലകൊള്ളുന്നത്. എന്ത് ചെയ്തു? പിന്നെ കണ്ടങ്ങള് കളമ്പാടി മഹമൂദിയാർക്ക് കാറ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ട് മൂപ്പര് സമ്മതിച്ചില്ല. കാറ് ഷോക്കേസിലൊക്കെ ഉള്ളതല്ലോ. ആർക്കാ കാറ് മൊബൈലൊക്കെ ആർക്കാണ് ആവശ്യമുള്ളവർക്കല്ലേ? അല്ല, കാറ് വാങ്ങിയാലൊരു എണ്ണ വാരേണ്ടി വരൂലേ? എണ്ണ വാരിയതൊരുത്തി ഓടുണ്ടെങ്കിലല്ലേ എണ്ണ വാരുക. ഒരു ഓട്ടം ഇല്ലാത്ത ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കണം മുക്കിരിക്കാക്ക് എന്തിനാ കാറ്? ഒരു ദർസ് എടുത്തുന്ന മൂല്യാൽ ആ ദർസ് പെരീന്ന് വിട്ടാ ദർസിന്ന് വിട്ടാ പെരീൻ, ഇങ്ങനത്തെ ആക്ക് എന്തിനാ കാറ്? അതിന് കാളമ്പാടി മഹമൂദിയാർക്ക് കാറ് വേണ്ട, ഞങ്ങളെന്താ വേണ്ട? പേര് ആകെപ്പം വയനാട് പൊതുവാൻ വെച്ചിട്ട് കാളമ്പാടി മഹമൂദിയാർക്ക് കാറില്ല. അത് എന്തിനാ സാധൂര് കാറ്? ഏതായാലും സാംസ്കാരിക കേരളത്തിന് യോജിച്ച പ്രവണതയല്ല ഇത്. നമ്മുടെ രാജ്യത്തിന്റെ മാതൃക എന്ന് പറഞ്ഞാൽ വിശാലമായ മനുഷ്യ സംസ്കാരം സംരക്ഷിക്കുന്ന രാജ്യം എന്നത് ഒരു പ്രധാനമായ ഗുണമാണ്. വ്യക്തിഹത്യ നടത്തുക എന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം, ഇസ്ലാമിന്റെ തന്നെ വ്യക്തിഹത്യ നടത്തുന്നതും അതുപോലെ മനുഷ്യരെ അപഹസിക്കുന്നതും എല്ലാം ശക്തമായ താക്കീത് നൽകിയ മതമാണ് നമ്മുടെ മതം. ആ മതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പൂർവീകർ രൂപീകരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ദുനിയാവിന്റെ ചില ആളുകൾ കയ്യേറി ഈ രൂപത്തിൽ നിന്ന് മറ്റു മതക്കാരുടെ ഇടയിൽ നാണക്കേടാക്കി എന്നത് നമുക്ക് ലജ്ജിക്കുകയല്ലാതെ എന്ത് ചെയ്യും സഹോദരന്മാരെ? വ്യക്തമായ ഭാഷയിൽ അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കി, ലീഗിന്റെ നേതാക്കന്മാരോടോ പ്രവർത്തകരോടോ. 1960 സ്പീക്കർ സ്ഥാനം ഏറ്റെടുത്തിട്ട് ഭരണത്തിൽ വന്നിട്ടുള്ള ലീഗ്
67 മന്ത്രിസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഭരണത്തിൽ വന്നിട്ടുള്ള ലീഗ് നാളിതുവരെ മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം ചെയ്തതായിട്ട് തെളിയിക്കാൻ ഈ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സാധിക്കുമോ എന്ന് വെല്ലുവിളിച്ചോളൂ നിങ്ങൾ ചോദിക്കും. 90% വരുന്ന മുസ്ലിം ലീഗുകൾ സുന്നികളാണ്. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം സുന്നി സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം ചെയ്തതായിട്ട് തെളിയിക്കാൻ ഒരു ഉമ്മപറ്റ മുസ്ലിം ലീഗാണ് സത്യമാണോ നിങ്ങൾ വെല്ലുവിളിച്ചോളൂ. അവരൊന്ന് തെളിയിച്ചു തട്ടെ, നമുക്ക് എന്നിട്ട് ബാക്കി നിന്നിട്ട് സംസാരിക്കാം. ഇവിടെ നമ്മൾ ഈ സംഘടന പ്രവർത്തിച്ച് മുന്നേറുമ്പോൾ മുസ്ലിം ലീഗുകാർക്ക് ഈ സംഘടിത ശക്തി ലയിക്കുന്നില്ല. അവർ പിളർത്തി, എന്നിട്ടൊരു വിഭാഗത്തെ അവർ കൂടെ കൊണ്ടുപോയി. ഇന്ന് തലപ്പത്തിരിക്കുന്ന ആളുകൾ ഈ പാർട്ടിയെ കുളത്തിലിറക്കുന്ന കാലഘട്ടത്തിൽ പാർട്ടി ശുദ്ധീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞാലിക്കുട്ടിയോ ബഷീറോ അവർ മാത്രം മാറി നിന്നാൽ പോരാ. ഇന്ന് തലപ്പത്തുള്ളവർ മുഴുവൻ മാറി നിൽക്കണം. എന്നിട്ട് പുതിയൊരു തലമുറ വരട്ടെ. തലപ്പത്ത് നിൽക്കുന്നവർ ഒഴിവാകണം. എന്നാലേ പാർട്ടി നന്നാവൂ. ആദ്യം പാണക്കാട്ടുകാർ മാറിക്കൊടുക്കണമെങ്കിൽ മാത്രമേ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നന്നാവൂ. പാണക്കാട് ഉമർ അലി ശിഹാബും ഹൈദർ അലി ശിഹാബും എന്ത് തോന്നിവാസാണ് അവർ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ താടി മണിക്കുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പറയാൻ നിങ്ങൾക്ക് അറിയില്ല അയാൾ താടി മണിക്കുന്ന ആളാണെന്ന്. അപ്പോൾ ഞാനിത് നീട്ടി സംസാരിക്കുകയല്ല. അതുകൊണ്ട് ഏതായാലും ഈ മാതിരിയുള്ള വിഴുപ്പരക്കൽ, അതായത് നിങ്ങൾ നോക്കൂ, ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹവുമായി നമുക്ക് പലതരക്കും വിയോജിപ്പുണ്ട്. പക്ഷെ വിയോജിപ്പുള്ളവരെയൊക്കെ വ്യക്തിഹത്യ നടത്തുക എന്നത് ഇസ്ലാമിക സംസ്കാരമല്ലല്ലോ, അത് ഭാരത സംസ്കാരമല്ലല്ലോ. അവിടെ എന്താ സംഭവിച്ചത്? തലയ്ക്ക് വെളിവില്ലാത്ത ആള് എന്ന് 3 വട്ടമാണ് സ്വാമി AP ഉസ്താദുള്ള വേദിയിൽ വെച്ച് പറഞ്ഞത്. അദ്ദേഹം പ്രസംഗിച്ചത് ആകെ മിനിറ്റുകൾ മാത്രമാണ്. ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ അത്തരം പരാമർശങ്ങൾ നിങ്ങളെ പ്രസംഗങ്ങളിൽ നിന്ന് ഒഴിവാക്കൽ നല്ലതല്ലേ എന്നാ ചോദിച്ചത്. ഉടനെ തന്നെ സ്വാമി എഴുന്നേറ്റ് അത് ഈ വേദിക്ക് യോജിക്കാത്തതാണെന്ന് മനസ്സിലായതിനാൽ ഞാനത് പിൻവലിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇതിന് സ്വീകരണം കൊടുക്കുന്ന കമ്പനിയുടെ ഉടുപ്പ് നിങ്ങൾ നോക്കൂ. അവരെ മനുഷ്യത്വമാണോ നയിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? നമ്മുടെ രാജ്യത്ത് അങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊന്നും പാടില്ല. ഇനി നിങ്ങൾ നോക്കൂ, 10,000 ചെലവാക്കി സ്വാമി സ്വീകരണ സമ്മേളനം നമ്മൾ നടത്തിയിട്ട് ആ സമ്മേളനത്തിൽ വെച്ചിട്ട് ഈ സ്വാമി ഏതൊക്കെ മനുഷ്യന്മാരെ വ്യക്തിഹത്യ നടത്തി. അതൊന്ന് ആ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ, നിങ്ങൾ തലകുനിക്കും. ഇതിനാണോ ഈ സമസ്ത പ്രവർത്തിക്കുന്നത്? അതിനാണെന്ന് നമുക്ക് നേരത്തെ അറിയാം. അവര് മനുഷ്യരെ അപഹസിക്കുന്നു, മനുഷ്യരെ പറ്റി പച്ചക്കള്ളം പറയുന്നു, തോന്നിവാസം പറയുന്നു. ഇവിടെ ഈ കവാടം തകർത്ത്, ഈ മാലകൾ മുഴുവൻ അങ്ങാടിയിൽ തള്ളിയിട്ട്, ഞങ്ങളുടെ ഫ്ലക്സ് ബോർഡുകൾ തകർത്ത്. നീ എന്തേ മനസ്സിലാക്കിയത്? എടാ, നീ ഹലാലിൽ പിറന്നവനല്ല. ഹലാലിൽ നീ ജനിച്ചവനാണെങ്കിൽ, ഒരു ഹലാലായ ഒരു നിക്കാഹിൽ നീ ജനിച്ചവനാണെങ്കിൽ നീ അത് ചെയ്യുകയില്ല. നിനക്ക് തന്തയില്ല എന്നതാണ് സത്യം. എടാ, ഇരുട്ടത്തൊണ്ടൊക്കെ ചെയ്യാനാവും, ഇരുട്ടത്തൊണ്ടൊക്കെ ചെയ്യാനാവും. ഈ മൈക്കിലൂടെ പറയുമ്പോഴും ഇത് ലോകത്തൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പേടിച്ചിട്ട് ഞാനിപ്പോ പറയുന്നില്ല. ഇവിടത്തെ EFCനെ തകർക്കാൻ നിന്റെ ഞാൻ പറയും. അള്ളാഹു ആ തകർത്ത കൈയിന് തിക്തമായ പ്രതിഫലം നൽകുമാറാകട്ടെ, തിക്തമായ ശിക്ഷ നൽകുമാറാകട്ടെ. ആ കൈ കൊണ്ട് അവൻ തന്നെ ആ തകർക്കാൻ ആരൊക്കൊരുമിച്ച് കൂടിയോ അവര് മുഴുവൻ തമ്മിൽ ആ കൈ കൊണ്ട് അതിനെ കുത്തിക്കീറിയതുപോലെ കുത്തിക്കീറുന്നത് കാണാൻ അള്ളാഹു വിധിക്കുമാറാകട്ടെ. അവന്റെ ആ കൈയിൽ അള്ളാഹു മരിക്കുന്നത് പോലെ ബറക്കത്ത് കൊടുക്കാതിരിക്കട്ടെ. അവൻ ആ കൈ കൊണ്ട് എല്ലാ മുസീബത്തിലും അവൻ പെടുമാറാകട്ടെ. അവന്റെ ജീവിതം മുഴുവനും അള്ളാഹു തുറക്കട്ടെ. മുത്തുനബിയുടെ പേര് ഞങ്ങളുടെ ബോർഡിലോ ഞങ്ങളുടെ ഗൈറ്റിലോ എഴുതിയിട്ടുണ്ടെങ്കിൽ ആത്മീയത കൊണ്ട് എഴുതിയതാണെന്ന് മനസ്സിലാക്കി വെച്ചോ. അതിന് പവറുണ്ട്, അതിന് റസൂലുള്ളാഹി തങ്ങളുടെ പിന്തുണയുണ്ട്. അത് മുഴുവൻ നിന്റെ നെഞ്ചിലാണ് അറിയുക എന്ന് നീ മനസ്സിലാക്കിക്കോ. നീ മനസ്സിലാക്കി വെച്ചത് ചെറിയ കേസാണെന്നാ അന്റെ കപകമല്ലത്. ഞങ്ങളൊരു ഫ്ലക്സ് വെക്കുകയാണെങ്കിൽ വിസ്മി എഴുതിയിട്ട് വിസ്മി എഴുതിയിട്ട് വെക്കുക. ഇതിനെ നമ്മൾ തകർക്കുമ്പോഴേ അത് തട്ടുന്നത് വേറെ സ്ഥലത്താണ് ഈ കാരണം. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നീ ഇവിടെ ജീവിക്കുമല്ലടാ, കാണുന്നത്. ഇത്രയാണ് പറയാം.